ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാസർഗോഡ് സ്പെഷ്യലായിട്ടുള്ള മയനൈസ് ചെറുമുറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നുന്ന നല്ല ടേസ്റ്റിയായ ചെറുമുറി റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മയനൈസ് തയ്യാറാക്കാം. ഒരു മിക്സറി ജാറിലേക്ക് 2 വേവിച്ച മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുട്ടയിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 4-5 അല്ലി വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയോ ലെമൺ ജ്യൂസോ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തു. ഇനി 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി 2 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലോണം അരച്ചെടുക്കാം. ഇതായത് ഒരു പ്രാവശ്യം അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ ആവും. ഇതിലേക്ക് വീണ്ടും കുറച്ച് ഓയിലും കുറച്ച് വെള്ളവും ഒഴിച്ച് വീണ്ടും അരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ആയി കിട്ടും. ബോയിൽ ചെയ്ത മുട്ട കൊണ്ടുള്ള ഹെൽത്തിയായ മയനൈസ് ഇവിടെ തയ്യാറായി. ഇനി നമുക്ക് ചെറുമുറു ഉണ്ടാക്കിയെടുക്കാം. ചെറുമുറു ഉണ്ടാക്കാനായിട്ട് ഞാനൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കണം ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പൊറിയ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഈ പാത്രത്തിലേക്ക് 2 മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ബോയിൽ ചെയ്ത മുട്ട 2 അല്ലെങ്കിൽ 3 മുട്ട ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സ്പൂൺ കൊണ്ട് നല്ലോണം പൊടിയാക്കി എടുക്കണം. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി. ഇതിന് പ്രത്യേകിച്ച് കട്ട് ചെയ്ത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ സ്പൂണിൽ തന്നെ പൊടിയാക്കി എടുത്താൽ മതി. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി ഒരു തക്കാളി ഇതേപോലെ ചെറുതാക്കി കട്ടാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയില, അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം മുളക് പൊടി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി മെയിനായിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ്. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഒരു 2-3 സ്പൂണോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ മയോനൈസ് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ മയോനൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് കൊടുത്ത് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇത് നല്ലോണം മിക്സ് ആക്കണമെങ്കിൽ നമ്മൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കണം. ഇതിനെ നേരത്തെ ഞാൻ പറഞ്ഞ കുറച്ച് വലിയ പാത്രം നോക്കിയിട്ട് എടുക്കണമെന്ന്. ഇതെല്ലാം ഒന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ടായിട്ട് ഇനി ബുൾസൈ ഉണ്ടാക്കണം. ഇത് മിക്സ് ആക്കുന്ന സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ആക്കി എടുക്കണം. ഇനി ബുൾസൈ ഉണ്ടാക്കുക. ബുൾസൈ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പിട്ടിട്ട് ബുൾസൈ ഉണ്ടാക്കിയെടുക്കാം. ഇതാവുന്ന സമയത്ത് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയിലോട്ട് പൊരിയിട്ട് നല്ലോണം മിക്സ് ആക്കിയെടുക്കുക. ഇതിലുള്ള മസാലയ്ക്ക് അനുസരിച്ചിട്ട് പൊരിയിട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ 200 ഗ്രാം ഉണ്ട്. ഇത് 4 അല്ലെങ്കിൽ 5 ആൾക്ക് കഴിക്കാൻ പറ്റും. ഇത് നല്ലോണം മിക്സ് ആക്കി എടുക്കണം. ഈ മസാല എല്ലായിടത്തും ആവുന്ന വിധത്തിൽ. നിങ്ങൾ കടയിലെല്ലാം കണ്ടിട്ടുണ്ടാവും നല്ല സ്പീഡിൽ മിക്സാക്കുന്നത്. ഇത് മിക്സാക്കിയിട്ട് കുറേ നേരം വെക്കാനില്ല. ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കണം, എന്നാലേ ടേസ്റ്റുള്ളൂ ഇതിന്. ഇത് മിക്സാക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് വേണം ഇത് മിക്സാക്കി എടുക്കാൻ. ഇനി ഈ വെളിച്ചെണ്ണ എല്ലാം ഇടാവുന്ന വിധം ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ 2 സ്പൂൺ മയനൈസ് കൂടി ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ. പിന്നെ ഇതിൻ്റെ മേലെ ബുൾസൈ വെച്ച് കൊടുക്കുക. ഇനി കുറച്ച് സവാളയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുക. നമ്മുടെ മയനൈസ് ചെറുമുറു റെഡിയായി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതൊരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.